കുറച്ച് ദിവസം മുമ്പ് ഒരു ബ്രോ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാനൊരു ഷിപ്പിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയി. ഞാൻ ഒരുപാട് പേരെ വിളിച്ച് നന്നാക്കി തരാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആർക്കും സമയമില്ല, അല്ലെങ്കിൽ ആരും എത്തിപ്പെട്ടില്ല, വരാൻ കഴിയുന്നവർ പോലും വരുന്നില്ല, അറിയുന്നവർ പോലും സഹായിക്കുന്നില്ല എന്നുള്ളത്. ആ പുള്ളി മെസ്സേജ് അയച്ചു വരുമ്പോഴത്തേക്ക് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് കൊണ്ട് കൊടുത്താന്ന് പറഞ്ഞു. ചേട്ടാ പഠിച്ചോ അനുഗ്രഹിക്കുന്ന എത്ര ദിവസമായെന്നറിയോ? എല്ലാം കുറെ പേര് ചോദിച്ചു, ആരും ഹെൽപ്പ് ചെയ്യണല്ല. സ്വന്തം നാട്ടുകാർ ഇവിടെ ഉണ്ട്, അവര് പോലും ഒന്ന് അടുത്ത് വരാവുന്നവരുണ്ട്, അവര് പോലും ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടില്ല. എന്നിട്ട് ക്യാഷിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ മതി. എത്രയാന്ന് വെച്ചാല് ഞാൻ ആ ഗൂഗിൾ പേയില് നാട്ടിലത്തെ പൈസ ഇട്ടേതൊക്കെ പറഞ്ഞാൽ മതി എത്രയായാലും. അങ്ങനെ ഞങ്ങൾ ആ ഫോൺ എടുത്ത് റെഡിയാക്കി കൊടുത്ത് ബ്രോക്ക് അയച്ചു കൊടുത്ത്. മക്കളെ, നിങ്ങൾ കാണുന്നതിന് സന്തോഷം കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് ആ ഒരു വേദന മനസ്സിലാവുക. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരാളും സഹായത്തിനില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അങ്ങനെ ആ ബ്രോൻ്റെ ഉമ്മ നമുക്കൊരു വോയിസ് അയച്ച്, ആ ഒരു പ്രാർത്ഥന മാത്രം മതി നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ. അത് മാത്രം മതി. നിങ്ങളതൊന്ന് കേട്ടോ. ലേക്ക് മോനെ മക്കൾ കൊടുത്തത് വലിയൊരു ഉപകാരമായി. മക്കളെ ചെന്നിരുന്നെന്നും എല്ലാ കാര്യവും പറഞ്ഞെന്നും ഒക്കെ പറഞ്ഞു. മക്കളെ വലിയൊരു ഉപകാരമായി. കാരണം അത്രയ്ക്ക് അങ്ങ് വിഷമിച്ചു, ഒരുപാട് വിഷമിച്ചു. ഇവിടെയൊക്കെ ഉള്ളവരെ ഒക്കെ വിളിച്ചിട്ടൊന്നും ചെന്നില്ല, ഒരു സഹായത്തിനും ഒന്നും ചെല്ലാത്തോണ്ട് അവന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം വെറും പാവം മക്കളെ, അത്രയ്ക്ക് പാവം. എന്തൊരു കേട്ടാലും അങ്ങ് കരയും. നമ്മളെയൊക്കെ നോക്കുന്ന അതുപോലെ അവൻ നോക്കുന്നത് മക്കളെ. അപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് വോയിസ് ഇട്ടപ്പോൾ മച്ച പറഞ്ഞില്ലോ വെച്ചേ മോൻ കൊണ്ടു കൊടുക്കും, നീ പേടിക്കണ്ട വെച്ചാൽ കൊണ്ടു കൊടുക്കുമെന്ന്. എനിക്ക് കാരണം നിങ്ങളെ പറ്റി അറിയത്തില്ല, കാരണം നിങ്ങൾക്ക് എന്റെ മോനെ പറ്റി അറിയത്തില്ല, നമ്മളെ പറ്റി അറിയത്തില്ല മക്കളെ. അതുകൊണ്ട് ഒത്തിരി വിഷമമായിരുന്നു. ഇപ്പൊ ഒരുപാട് സന്തോഷം മക്കളെ. എപ്പോഴും ഈ നമ്പർ എൻ്റെ തന്നെ ഇങ്ങനെ കിടക്കട്ടെ. എപ്പോഴും ഞാൻ ഏത് ദുആ ചെയ്താലും മക്കളെ ഞാൻ ഉൾപ്പെടുത്തും, മക്കളെ കുടുംബത്തിനെ ഞാൻ ഉൾപ്പെടുത്തും. ഇത് മാത്രം മതി ലൈഫിലിപ്പോൾ വലിയൊരു പ്രാർത്ഥന നമ്മൾ മുന്നോട്ട് പോകാനും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. നമ്മൾ പ്രവാസികളാണ്, പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സഹായം എന്നുള്ളത് നമ്മൾ ആരും നോക്കാതെ തന്നെ ചെയ്തുകൊടുക്കണം. കാരണം നമുക്കറിയാം അതിൻ്റെ ജെന്യൂനിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് ചെയ്തു കൊടുത്തത്. അപ്പം ഇതേപോലെ UAE ഒരുപാട് പേര് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ടാവും, സഹായത്തിന് ആളുണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, പരസ്പരം അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക. ജീവിതമാണ്. നമ്മളും നാളെ ഒറ്റപ്പെട്ടേക്കാം. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.